പോരാട്ടം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നികുൽ പറയും. കനത്ത മഴയിൽ ദുരിതമനുഭവിക്കുന്ന കർഷകർക്ക് സഹായം നൽകുന്നതിൽ വന്ന കാലതാമസത്തെ ചൊല്ലി കർണാടക കൗൺസിലിൽ ചൂടേറിയ സംവാദം. ദുബായ് ആസ്ഥാനമായുള്ള സൂപ്പർ മാർക്കറ്റ് ഉടമയെ ഏറലിനടുത്ത് കൊലപ്പെടുത്തി. CBI, റിലയൻസ്, ADA ഗ്രൂപ്പ് സ്ഥാപനങ്ങൾക്കെതിരെ വായ്പാ തട്ടിപ്പ് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു. അനിൽ അംബാനിയുടെ മകന്റെ വീട്ടിൽ തിരച്ചിൽ നടത്തുന്നു. രാമനാഥപുരത്ത് ഫയലിംഗ് സംവിധാനത്തിനെതിരെ അഭിഭാഷകർ പ്രതിഷേധിക്കുന്നു. ഗോവ നിശ ക്ലബ്ബ് തീപിടുത്തം. 2 ഉടമകൾക്കെതിരെ ഇന്റർപോൾ ബ്ലൂ നോട്ടീസ് പുറപ്പെടുവിച്ചു. $3 ട്രില്യൺ സമ്പദ് വ്യവസ്ഥ എന്ന ലക്ഷ്യം കൈവരിക്കാൻ തെലങ്കാന ഒരു ഉത്തേജകമായി മാറാൻ ഒരുങ്ങുന്നു. ലേബർ കോഡുകൾക്കെതിരെ ഫെബ്രുവരിയിൽ പൊതുപണിമുടക്ക് നടത്താൻ ട്രേഡ് യൂണിയനുകൾ പദ്ധതിയിടുന്നു. ഉടുപ്പി കോടതി 10 ബംഗ്ലാദേശികൾക്ക് 2 വർഷം തടവ് ശിക്ഷ വിധിച്ചു. ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വാർത്താ ഉള്ളടക്കങ്ങൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.